തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലുള്ള ഊരമുറിഞ്ഞൊരു ചെറുപ്പക്കാരനെ സേവിക്കാൻ വേണ്ടി, അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി വരുന്നതും അവളുടെ ജീവിതം അവനോടൊപ്പം ഇങ്ങനെ ചെലവഴിക്കുന്നതും വാർത്താ പ്രാധാന്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ജീവിതം പ്രധാനമാണെന്നറിയുമ്പോഴേക്ക് കുറേ വൈകിയിട്ടുണ്ടാകും. സിനിമാ നടിയെ അനുകരിച്ച് വൃത്തികേട് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം സിനിമക്കാർക്ക് ഒരു വിഷയമല്ല, സിനിമയിൽ റീടേക്ക് പറ്റും. ആത്മഹത്യ ചെയ്ത പെണ്ണ് പിന്നെയും ഉണ്ടാവും ആത്മഹത്യ ചെയ്യാൻ ബാക്കി. യഥാർത്ഥ ലോകത്ത് അത് സാധ്യമല്ല. ഒരിക്കപ്പെട്ടാൽ കുടുങ്ങിപ്പോകും. ഒരിക്കപ്പെട്ടാൽ കുടുങ്ങിപ്പോകും. ജീവിതം ദുസ്സഹമാകും. നിരവധിയായ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും. ഇതില്ലാതാവണമെങ്കിൽ എന്ത് വേണം? മക്കളെ ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൽ വളർത്തിക്കൊണ്ടുവരണം. ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച 1-ാം ദിവസം മുതൽ മൂത്രമൊഴിച്ചാൽ കുട്ടിക്ക് കഴുകി കൊടുക്കണം. വിസർജ്യത്തിൻ്റെ അതേപോലെ തന്നെയാണ്. രണ്ടും നജസാണ്, രണ്ടും കഴുകണം. പക്ഷേ വിസർജനം നടത്തിയാൽ കഴുകും. കാര്യം അതങ്ങനെ കഴുകാതെ വെച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. മൂത്രമൊഴിക്കണത് ഒരു വിഷയമല്ല. പാല് കൊടുക്കുന്നത് ബിസ്മി ചൊല്ലിയാവണം. അത് കുട്ടി കുഞ്ഞിലേ കേൾക്കണം. നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും നൽകുന്നത് വലത് കൈ കൊണ്ടാവണം, മേടിക്കുന്നത് വലത് കൈ കൊണ്ടാവണം. അവൻ വലത് കൈ അല്ലാത്തത് കൊണ്ട് മേടിക്കാൻ ശ്രമിച്ചാൽ 2, 3, 4 പ്രാവശ്യം അവൻ വലത് കൈയിലേക്ക് മാറ്റിപ്പിടിക്കുന്നത് വരെ കൊടുക്കണം. അവൻ സ്വീകരിക്കാൻ ഇടത് കൈ നീട്ടുമ്പോൾ നമ്മൾ പിൻവലിക്കണം. 1, 2, 3 ഒക്കെ ആകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഈ കൈ അതിന് കൊള്ളാത്തത് കൊണ്ടാണ് എന്ന്. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ഓരോ കാര്യവും ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ അനുഷ്ഠിക്കാൻ അവരെ നമ്മൾ പര്യാപ്തരാക്കിയാൽ ഏത് കോളേജിൽ പോയി പഠിച്ചാലും അവർ അവരുടെ അടിസ്ഥാന ദീനിൽ നിന്ന് മാറൂല. നമുക്ക് പക്ഷേ അതിനൊന്നും ഒരു താല്പര്യമില്ല. ഞാനിവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു ഫുഡ് അവർ തയ്യാറാക്കിയത്. മരുസ്കാരം കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങുന്നത്. മരുസ്കാരം കഴിഞ്ഞിട്ട് ആ ഡോക്ടറുടെ 2 ആൺകുട്ടികൾ വരുന്നുണ്ട് പള്ളിയിൽ നിന്ന്. അവർ തൊപ്പി വെച്ചിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിട്ടുണ്ട്, നല്ല മാന്യമായ പാൻറ്റുണ്ട്. ആ പാൻറ്റിന് കുറേ വാലും നൂലും, ആലിന് വയറിറങ്ങിയതുപോലുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ പാൻറ്റിന് പലയിടങ്ങളിൽ വലിയ വലിയ പോക്കറ്റുകളൊന്നുമില്ല. ആ പാൻറ്റ് പൂച്ച കടിച്ചിട്ടും കീറിപ്പോയിട്ടുമില്ല. നല്ല മാന്യമായ പാൻറ്റും നല്ല ഫുൾ കൈ ഷർട്ടും തൊപ്പിയിട്ടിട്ട് ആ കുട്ടികളിങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം ഉന്നതനായ ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്. പറയാതെ വയ്യ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു 3.5-4 വയസ്സ് കഷ്ടിച്ചുള്ളൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് പോലെ ഇങ്ങനെയുള്ള മുഖമക്കന ഇതുവരെ അടിച്ചിരിക്കണം. ഇവിടെ പിന്നുത്തിക്കല്ല, ഇതുവരെ അടിച്ച മുഖമക്കനയാണ് ഇട്ടത്. ഫുൾ കൈ ഷർട്ടാണ് ഇട്ടത്. ആ പെൺകുട്ടി പണ്ടൊക്കെ കുട്ടികൾ ഇട്ടിരുന്ന പോലെ ആ വട്ടത്തിലുള്ള പാവാട, അമ്മച്ചി കുട്ടിയുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, ആ വട്ടത്തിലുള്ള പാവാട ധരിച്ചിട്ടുണ്ട്. കഷ്ടിച്ച് 4 വയസ്സാവും. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വരുമ്പോൾ ഇന്ന് മുലേര് ചോറിനൊക്കെ വന്നപ്പോൾ ധരിച്ചതാണോ എന്ന് ഞാൻ മുട്ടിയിട്ട് ചോദിച്ചു. അതേങ്ങനെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കണത്? എല്ലാവരുടെ സ്ഥിരം വേഷം അതാണെന്ന് പറഞ്ഞു. വലിയൊരു ഗവൺമെൻറ് ആശുപത്രിയിലെ സീനിയർ ഡോക്ടറാകുന്ന അദ്ദേഹത്തിന് ദീനിനോട് ഇങ്ങനെ പ്രതിപത്തി കാണിക്കാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മക്കൾ വളരണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് പഠിച്ച ഇൽമു കൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കയ്യില്ലാത്ത കുപ്പായവും കീറിപ്പറഞ്ഞ ട്രൗസറും ഇട്ട് നമ്മുടെ പെങ്ങളെ നടത്താൻ എങ്ങനെ നമുക്ക് സാധിക്കുക? ഈ കുട്ടിയെ പിന്നെ അതിൽ നിന്ന് മാറ്റാനൊന്നും കഴിയില്ല. അതാണ് പ്രശ്നം. ഈയിടെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിൻ്റെ ബാക്കിൽ സൂം ചെയ്ത് ഞാൻ എത്ര എണ്ണം ഉണ്ടെന്ന് കണക്കെടുത്തു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 10-14 ജോഡി ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നടുത്തിരിക്കുന്നു. അവർ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, ലിപ് ലോക്ക് നടത്തുന്നു. കുറേ ദൂരം നിന്ന് ഒരുത്തൻ ഫോണിൽ ചിത്രം എടുത്തതാണത്. കുറേ ദൂരം നിന്ന് സ്കൂള് ഉച്ചക്ക് വിട്ട ചെറിയ ഗ്യാപ്പിൽ 10-14 ജോഡി ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൻ്റെ ബാക്കിൽ വന്ന് ഇത്തരം സംഗതി പരസ്പരം കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക പശ്ചാത്തലം ക്യാമ്പസുകളിൽ പോലും രൂപപ്പെടുന്നു.
ദൂരെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. അങ്ങനത്തെ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. താമരശ്ശേരി ചുരത്തിൻ്റെ 4-ാം വളവിൻ്റെ മേലെ നിന്നിട്ട് നോളജ് സിറ്റി ഫുള്ളായിട്ട് ഫോട്ടോ എടുക്കണ മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. അത്ര ദൂരമുള്ള സാധനങ്ങൾ അവിടെ നടന്നു പോണ ആളുകളുടെ ചിത്രമടക്കം പിടിക്കാൻ പറ്റുമോ? അത്ര ദൂരത്തുനിന്ന്. എങ്ങനെയായിരിക്കും ഈ പെൺകുട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ നശിച്ചത്? എന്തായിരിക്കും അവരുടെ കുടുംബജീവിതം? എങ്ങനെയായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരത്തി പറയേണ്ട കാര്യമില്ല. ദീന് പൂർണ്ണമായ രീതിയിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ നമുക്ക് പറ്റുന്നോ അവർ വിജയിക്കും. പാപ്പയും വല്ലിപ്പയും ഇങ്ങനെ ഖബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മക്കൾക്ക് അതൊന്നും പാടില്ല എന്ന് വിചാരിക്കരുത്, അവരെ കൂടെ കൂട്ടണം. ഈ വേദിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ മദ്യം കാണുക പോലും ചെയ്യാത്ത വലിയ വലിയ കാരണവന്മാരാണ് നിറച്ചുള്ളത്. പിന്നെ കുറച്ച് മദ്രസ വിദ്യാർത്ഥികളും അവർ ലേറ്റൊക്കെ കണ്ട കൗതുകത്തിന് വന്നതാണ്. എന്നെ കേൾക്കേണ്ട ടീനേജ് മൂത്തവരുണ്ട്, എന്നെ കേൾക്കേണ്ട യുവാക്കളുണ്ട്, എന്നെ കേൾക്കേണ്ട ഇത്തരം സംഗതികളിൽ പ്രലോഭിതരാവാൻ സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. ആരും ഇവിടെ വന്നിട്ടില്ല. സംഘാടകരായ ചില SSFകാരൊക്കെ കാണും. ആരും ഇവിടെ വന്നിട്ടില്ല. ഇനി ഏത് നാട്ടിലെയും ആത്മീയ സദസ്സുകളെടുത്ത് പരിശോധിക്കുക, ഈ മുസ്ലിം ജമാഅത്തായിട്ട് റിട്ടയർഡ് ആകാൻ പോകുന്ന ആളുകളാണ് അതിൽ സമൃദ്ധമായിട്ടുണ്ടാവുക. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഉസ്താദ് വയലറണീനെ പറ്റി ആലോചിക്കുക. നേരത്തെ വന്ന അൽക്കഫും സലാത്തും ചൊല്ലി നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലി പള്ളിയിൽ തന്നെ ഇരിക്കണ മഹാസാധുക്കളാകുന്ന 8-10 ആളാണത് കേൾക്കൽ. ഇതെങ്ങനെ സമൂഹത്തിലേക്ക് മതത്തിൻ്റെ മെസ്സേജ് എത്തിക്കുക? അതാ ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ വാപ്പ പോകുന്ന പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകണം. ഇതെൻ്റെ അപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കണം. നിനക്ക് ഓർമ്മയില്ലാടെ അപ്പപ്പാനെ എന്ന് ചോദിക്കണം. നമ്മൾ ദ്വാരുന്നില്ലെങ്കിൽ ഇപ്പപ്പാക്ക് വിഷമാവുമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമ്മളവിടെ എത്തുന്ന സമയത്ത് നമ്മളെ തേടി മക്കളെത്തുകയുള്ളൂ. നമ്മൾ പങ്കെടുക്കുന്ന മഹദറത്തുൽ ബദരിയയിൽ നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരാകുന്ന മക്കളെയും പേരക്കുട്ടികളെയും മൊത്തം കൊണ്ടുവരണം. ഇത് മഹദറത്തുൽ ബദരിയയുടെ 10-ാം വാർഷികമാണ്. മുറതെറ്റാതെ മാസം ആഴ്ചയിലൊക്കെ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദ്വാരക്കുകയാണെങ്കിൽ വലിയ കുണ്ടിൽ കുടുങ്ങുമ്പോൾ ബദരീങ്ങളുടെ കാവലുണ്ടാകും. അതിന് മക്കളൊപ്പം വേണം. ഏതാനും ചെറുപ്പക്കാർ വന്നാൽ തന്നെയും കാരണവന്മാർ പോയിട്ട് ചോറ് പാക്ക് ചെയ്യാൻ നിൽക്കണം. അവരെ ചോറ് പീക്ക് ചെയ്യാൻ വേണ്ടി പുറത്തു കൂടി വിടരുത്. ഇതൊന്നും കേൾക്കാതെ ജീവിക്കേണ്ടവരല്ല അവരാണ് കേൾക്കേണ്ടവർ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് വിദഗ്ധനായ ഒരാളെ വന്ന് ക്ലാസ് എടുപ്പിക്കുന്നു. എന്താ ചെയ്യുക? അമ്മമ്മ നിങ്ങൾ പൊയ്ക്കോളിയട്ടെ, ഞാൻ അവിടെ നിൽക്കാമെന്ന് പറയും. അങ്ങനെ അമ്മമ്മനെ പറഞ്ഞയക്കും, ഉമ്മാനെയും പറഞ്ഞയക്കും. എന്നിട്ട് മൂപ്പത്തിയെടുക്കും ഇൻസ്റ്റാ. പിന്നെ ചാറ്റിംഗ് ചീറ്റിംഗ് പിന്നെ പലതുമായി. ഒന്നുമില്ലെങ്കിൽ അതിലിങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ഒരുത്തൻ ട്രെയിനുമ്മ കയറിയതും ട്രെയിനുമ്മ ഇറങ്ങിയപ്പോൾ വീണപ്പോൾ ചിരി വന്നതും തന്നെ കണ്ടുകൊണ്ടിരിക്കും. വേറൊരുത്ത ഇതേ പരിപാടി കാറുമ്മ കാട്ടി, ഓനും വീണു, ഓനും ചിരിച്ചു. വേറെത്തെന്തോന്ന് കാട്ടി, വേറെത്തെന്തോന്ന് ഇരിക്കണ സമയത്ത് അവിടെ പൈൻ്റ് ഒഴിച്ചു പോയി. എന്നിട്ട് ഏതോ ഒരു പെണ്ണ് ഇരുന്നു, ഓൾ എണീറ്റപ്പോൾ മൂട്ടിലാകെ പൈൻ്റായി. എന്നിട്ടാ ഒന്നുമില്ല, ക്ലും തന്നെ. അതിന് കഥ പറയലുണ്ടല്ലോ. അങ്ങനെ കുരങ്ങം അത്തിമരത്തിൽ കയറി എന്നിട്ടാ കുലുക്കി, അപ്പോൾ പുഴയ്ക്ക് വീണു, എന്നിട്ടോ പിന്നെയുള്ള എന്നിട്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ മറുപടി അതാ ക്ലും. ഇത് കണ്ടുകൊണ്ടിരിക്കുക, റീലിൽ നിന്ന് റീലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക.